ഇതാ ജനനായകന് പ്രദർശനാനുമതി. റിപ്പോർട്ടർ ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ജനനായകൻ എന്ന വിജയ് ചിത്രത്തിന് പ്രദർശനാനുമതി, നിബന്ധനകളോടെ പ്രദർശനാനുമതി എന്നുള്ള വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ജനനായകന് അനുമതി നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധി വരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വരുന്നു. സെൻസർ തടഞ്ഞ റിലീസിംഗ് അതുകൊണ്ട് തന്നെ മാറ്റിവെക്കേണ്ടി വന്ന സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകുന്നു. അപ്പോൾ വിജയ് ഫാൻസ് നിങ്ങൾക്ക് സന്തോഷിക്കാം. ഇന്ന് ഒരുപക്ഷെ സിനിമ പ്രദർശനത്തിനെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജനനായകന് പ്രദർശനാനുമതി നൽകി എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ തന്റെ അവസാനത്തെ ചിത്രവുമായി വിജയ് എത്തുമ്പോൾ ആ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതെ ആ സിനിമ തടഞ്ഞതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കോടതി കയറിയ ജനനായകൻ പ്രദർശനാനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. വിജയ് ചിത്രത്തിന് അനുമതി ലേറ്റാ വരൂല, കൃത്യം ഓൺ ടൈം തന്നെ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ രാവിലത്തെ ശ്യാം ദേവരാജ് റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കാം. മറ്റു തടസ്സങ്ങളില്ലല്ലോ അല്ലേ? നിർബന്ധങ്ങളൊന്നുമില്ല. ജനനായകൻ റിലീസിലേക്ക് എത്തുകയാണ്. കാരണം ജനനായകന് പ്രദർശനാനുമതി നൽകിയാണ്. CBFCയുടെ അതായത് നിബന്ധനകളോടെ നൽകിയ പ്രദർശനാനുമതി അതിന്റെ സെൻസർ ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. അല്പസമയം മുമ്പാണ് നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ സുപ്രധാനമായ തീരുമാനം ഹൈക്കോടതി എടുക്കുന്നത്. അതായത് നിർമ്മാതാക്കളുടെ ഹർജി അംഗീകരിച്ചാണ് ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം. ജസ്റ്റിസ് PT ആഷ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. ഇതിൽ നേരത്തെ കോടതിയുടെ മുന്നിൽ വന്ന ഒരു ചോദ്യം, ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പുറത്തിറക്കിയ ഒരു ഉത്തരവുണ്ട്. അത് റിവ്യൂ കമ്മിറ്റിക്ക് അയക്കണമെന്ന ഉത്തരവായിരുന്നു. അതായത് റിവൈസിംഗ് കമ്മിറ്റിക്ക് ചിത്രം അയക്കണമെന്ന സെൻസർ ബോർഡിന്റെ നിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിക്ക് അയക്കേണ്ടതില്ല. മാത്രമല്ല, ഇതിൽ നേരത്തെ 4-1 എന്ന നിലയിലായിരുന്നു റീജിയണൽ സെൻസർ ബോർഡ് തീരുമാനമെടുത്തത്. ആ തീരുമാനം നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ജനനായകൻ സിനിമയ്ക്ക് സംബന്ധിച്ച്, വിജയിയെ സംബന്ധിച്ചൊക്കെ വളരെ ആശ്വാസകരമായ നിലപാടാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇത് റീജിയണൽ സെൻസർ ബോർഡ് ഈ സിനിമ കാണുമ്പോൾ ആകെ 5 അംഗങ്ങളുള്ളതിൽ 4 അംഗങ്ങൾ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാം എന്ന നിലപാടെടുത്തു. പക്ഷേ ഇതിലെ ഒരംഗം ഈ പ്രദർശനാനുമതി നൽകുന്നതിന് എതിർക്കുകയും അത് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ അംഗം തന്നെയാണ് പരാതി നൽകിയത് സെൻസർ ബോർഡിന്. അങ്ങനെ പരാതി നൽകുമ്പോഴാണ് ഇത് സെൻസർ ബോർഡിന്റെ ചെയർമാൻ ഈ റിവൈസിംഗ് കമ്മിറ്റിക്ക് അയക്കാം, സിനിമ റിവൈസിംഗ് കമ്മിറ്റിക്ക് അയക്കാമെന്ന തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കുകയാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലാണ് നടപടി. ജനനായകൻ സിനിമയെ സംബന്ധിച്ച്, ഒപ്പം വിജയ് എന്ന നടനെ സംബന്ധിച്ച്, വിജയ് എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചൊക്കെ ആശ്വാസകരമാകുന്ന നിലപാടാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്യാം ദേവരാജ്, കോടതിയിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയിരുന്നു. സെൻസർ ബോർഡ് അംഗം തന്നെ പരാതിയുമായി പോകുന്നതിലെ ചട്ടവിരുദ്ധത ചൂണ്ടിക്കാണിക്കുകയായിരുന്നു വിജയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചട്ടവിരുദ്ധമാണെന്നും, അതായത് സെൻസർ ബോർഡ് അംഗം തന്നെ ഇത്തരത്തിലൊരു പരാതി നൽകുന്നത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് അന്ന് ചൂണ്ടിക്കാണിച്ചത്. അത് ബോധപൂർവം റിലീസ് തടയാനാണ് എന്നുള്ള വിജയിയുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ UA സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ചിത്രം പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുന്നിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഇനി തീയതി പ്രഖ്യാപിച്ചാൽ മതി, ബുക്ക് ചെയ്യാം, സിനിമ കാണാം. അങ്ങനെയാണ്. ഇനി ഈ ബുക്ക് മൈ ഷോ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് ബുക്കിങ്ങിനുള്ള കാര്യങ്ങൾ, അതിന്റെ നടപടിക്രമങ്ങൾ എത്തും. റിലീസിന്റെ പ്രദർശനാനുമതി സംബന്ധിച്ച തീരുമാനം ഒരുപക്ഷെ ഇന്ന് തന്നെ നിർമ്മാതാക്കൾ എടുക്കുകയും ചെയ്യും. ഇതിൽ സെൻസർ ബോർഡ് അപ്പീൽ നൽകുമോ എന്നൊരു കാര്യമുണ്ട്. അതൊരു പക്ഷേ ഇനി തിങ്കളാഴ്ച മാത്രമേ അത്തരം ഒരു അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് നൽകാൻ കഴിയുകയുള്ളൂ. പക്ഷേ അത് എന്തായാലും സിനിമയെ സംബന്ധിച്ച് ശ്യാം, കാരണം ഈ സിനിമ നാളെ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യമൊന്നുമില്ല. ഇന്നിപ്പോ വെള്ളിയാഴ്ച, ശനി ഞായർ കോടതിയില്ല. തിങ്കളാഴ്ചക്ക് മുമ്പ് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻഫെക്ഷ്യസ് ആവില്ലേ? ഡോക്ടർ അരുൺ, അങ്ങനെ ഒരു 2 ദിവസം എന്നത് തന്നെ സെൻസർ ബോർഡിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. കാരണം അടുത്ത 2 ദിവസം അവധി എന്നത് തന്നെ സെൻസർ ബോർഡിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. നിർമ്മാതാക്കളെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു റിലീഫ് പീരീഡ് കൂടിയാണ്. നാളെ സിനിമ റിലീസിംഗിന് എത്തിക്കഴിഞ്ഞാൽ അത് നാളെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്താം. ഒരുപക്ഷെ അതല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യാം. അത് ഈ സിനിമയുടെ നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ നടപടിയാണ്. സെൻസർ ബോർഡിനെ സംബന്ധിച്ച് തിരിച്ചടിയാകുന്ന നിലപാടാണ്
ജനനായകന് പ്രദർശനാനുമതി മദ്രാസ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. സെൻസർ ബോർഡിന് ഇതിലൊരു കൗതുകകരമായ കാര്യം 50ഓളം സിനിമാ ഡയലോഗുകൾ ഈ സിനിമയിൽ നിലവിൽ ഈ സെൻസർ ബോർഡ് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളത് നമുക്കറിയില്ല. അതിൽ കേന്ദ്രത്തെ വിമർശിക്കുന്ന, സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന, അതായത് സ്റ്റാലിൻ സർക്കാരിനെ വിമർശിക്കുന്ന 50ഓളം ഡയലോഗുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വയലൻസ് രംഗങ്ങളും അതിൽ സെൻസർ ബോർഡ് കത്രിക ചെയ്ത് മുറിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മ്യൂട്ട് ചെയ്ത ഭാഗങ്ങളോട് കൂടിയാണോ ഇത് വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മ്യൂട്ട് ചെയ്ത ഭാഗമൊക്കെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയാലും അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരും. ഇത്ര മണ്ടന്മാരാണോ ഈ സെൻസർ ബോർഡ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എമ്പുരാന്റെ കാര്യത്തിൽ എമ്പുരാൻ സിനിമയിൽ പറഞ്ഞിരുന്നെങ്കിൽ 4 വരെ ശ്രദ്ധിക്കാതെ പോകുമായിരുന്നു. പക്ഷേ എമ്പുരാനെ സൂപ്പർ ഹിറ്റ് ആക്കിയത് സെൻസർ ബോർഡാണെന്ന് പറഞ്ഞതുപോലെ ജനനായകനെയും ഒരു അർത്ഥത്തിൽ സൂപ്പർ ഹിറ്റ് ആക്കാൻ പോവുകയാണ്. KVN പ്രൊഡക്ഷനെ സംബന്ധിച്ച് ഇരട്ട ബോണസാണ്.